ഹലോ എവ്രി വൺ, വെൽക്കം ടു NJ2 ഗ്രാവിറ്റി. എൻ്റെ ആർട്ട് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടിക്കാലത്തെ 2 ഇതിഹാസങ്ങളെ ആണ് ഞാൻ വരയ്ക്കുന്നത്. ടോം ആൻഡ് ജെറി. നമ്മൾ എത്ര പ്രായമായാലും അവരുടെ ക്രേസി ചേസ് ഒരിക്കലും പഴയതാവില്ല, അല്ലേ? ജെറിയെ നോക്കൂ. ചെറിയ വൃത്താകൃതിയിലുള്ള തല, വലിയ ചെവികൾ, ആ കുസൃതി നിറഞ്ഞ പുഞ്ചിരി. തീർച്ചയായും ജെറിക്ക് ഒരിക്കലും നിശ്ചലനായിരിക്കാൻ കഴിയില്ല. എൻ്റെ ഡ്രോയിങ്ങിൽ പോലും അവൻ ടോമിനെതിരെ തൻ്റെ അടുത്ത തമാശ ആസൂത്രണം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ടോം. നീണ്ട മുഖമല്ലേ അവന്, കൂർത്ത ചെവികൾ. ചെറുതായി ക്ഷീണമുണ്ട് തോന്നുന്നുണ്ടോ മുഖത്ത്? എന്ത് ക്ഷീണമാണെങ്കിലും കണ്ണുകൾ ദൃഢനിശ്ചയമുള്ളവയാണ്. അവൻ എപ്പോഴും ജെറിയേക്കാൾ ഒരു പടി പിന്നിലാണ്. നമുക്കിഷ്ടവും അങ്ങനെ തന്നെയല്ലേ? ജെറിയേക്കാൾ പിന്നിലാകുന്നതാണ് നമുക്കിഷ്ടം. പക്ഷേ ടോം ഒരിക്കലും തളരില്ല. എത്ര ഓടിയാലും തളരാതെ ഇരിക്കുന്നവനാണ് ടോം. അവർ തമ്മിൽ സൗഹൃദമുണ്ടോ അതോ ശത്രുതയാണോ? ഈ ശത്രുതയുടെ ഇടയിലും അവർ തമ്മിലൊരു സൗഹൃദമില്ലേ? ടോം ആൻഡ് ജെറി ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാണ് എന്ന് നിങ്ങൾക്കറിയാമോ? 80 വർഷങ്ങൾക്ക് മുൻപ്. എന്നിട്ട് നമ്മൾ ഇന്നും അവരെ സ്നേഹിക്കുന്നു. അതെന്താണ് കാരണമെന്നറിയാമോ? ക്ലാസിക് കാർട്ടൂണുകളുടെ മാന്ത്രികതയാണത്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ. ടോം ആൻഡ് ജെറി പ്രധാനമായും ഒരു പൂച്ചയും എലിയും തമ്മിലുള്ള സ്ലാപ്സ്റ്റിക് കോമഡിയാണ്. എന്നാൽ പഴയ എപ്പിസോഡ്സിൽ ഉള്ള ചില കാര്യങ്ങൾ പറയട്ടെ. ടോമിനെ ശകാരിക്കുന്നതായി കാണിക്കുന്ന ഒരു വീട്ടുജോലിക്കാരിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കഥാപാത്രം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് എക്സാജറേറ്റഡ് ഫീച്ചേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ സ്റ്റീരിയോടിപ്പിക്കൽ ആക്സെന്റ് ആണ് അവർക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് വന്ന പതിപ്പുകളിൽ അവരുടെ ശബ്ദം മാറ്റുകയോ അവരെ മറ്റൊരു കഥാപാത്രമായി പുനരുജ്ജീവിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ അവരുടെ രംഗങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റി. കാരണം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കടന്നുകയറി എന്ന് തോന്നിയ രംഗങ്ങൾ പിന്നീട് സെൻസർ ചെയ്യപ്പെടുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ടോം ആൻഡ് ജെറി വർണ്ണവിവേചനത്തെക്കുറിച്ചുള്ളതല്ല. പക്ഷേ ചില പഴയ എപ്പിസോഡ്സിൽ വംശീയമായി സെൻസിറ്റീവായ സ്റ്റീരിയോ ടൈപ്പുകൾ അടങ്ങിയിരിക്കുന്നു. ടോമും ജെറിയും തീർച്ചയായും നമ്മെ ഇനിയും ഒരുപാട് നാൾ എൻ്റർടൈൻ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ടോം ആൻഡ് ജെറി ഒരു നിശബ്ദ കോമഡിയാണ്. ടോമും ജെറിയും വളരെ അപൂർവമായേ സംസാരിക്കൂ. ചാർലി ചാപ്ലിൻ, ബസ്റ്റർ കീറ്റൺ തുടങ്ങിയ സിനിമാ താരങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഭാവങ്ങളിൽ നിന്നും സംഗീതത്തിൽ നിന്നുമാണ് അവരുടെ നർമ്മം വരുന്നത്. ടോമിൻ്റെയും ജെറിയുടെയും കാര്യങ്ങൾ പറഞ്ഞ് വരയുടെ കാര്യം അങ്ങ് മറന്നു. ഈ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചൊന്ന് പറയാം. ആർട്ട് ലൈനിൻ്റെ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കളേഴ്സിനായി ബ്രസ്റ്റോ കളർ പെൻസിൽസും ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ചെറുതായി ഡാർക്ക് ഷെയ്ഡ്സിനും ഔട്ട്ലൈനുമായിട്ട് മാർക്കേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കലാസൃഷ്ടി വെറും ഒരു സ്കെച്ചല്ല. ഇത് കടലാസിൽ പകർത്തിയ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്. ആദ്യകാല ടോം ആൻഡ് ജെറി ഷോർട്സിൽ പൂർണ്ണ ആനിമേഷൻ ഉപയോഗിച്ചു. അതായത് ഓരോ ഫ്രെയിമും കൈകൊണ്ട് വരച്ചതായിരുന്നു. അതുകൊണ്ടാണ് പിന്നീടുള്ള TV കാർട്ടൂണുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചലനങ്ങൾ വളരെ സുഗമമായി തോന്നുന്നത്. ടോം ആൻഡ് ജെറി ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്നോട് പറയാനും മറക്കല്ലേ. Until next time, keep smiling and take care. Bye bye.